തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലൊക്കെ സലീം കുമാർ ആ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് മുഖ്യമന്ത്രി വി ഡി സതീശന് ജന്മനാട് സ്വീകരണമൊരുക്കുന്ന ഘട്ടത്തിലും പറവൂരിലെ ആ പരിപാടിയിലും ഒരു സജീവ സാന്നിധ്യമായി സലീം കുമാർ നമുക്ക് മുമ്പിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. ആ പ്രസംഗങ്ങളിലൊക്കെ തമാശയോടുകൂടി ചിരി പടർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എത്രയോ സിനിമകൾ, എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് നൽകി മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ വിട പറയുകയാണ്. ചിരിയുടെ ആശാനാണ് വിട പറഞ്ഞു പോകുന്നത്. സലീം കുമാർ ഓർമ്മയാവുന്നു. റാംഷാ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷാ, ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ. റാംഷാ. തീർച്ചയായും അതുതന്നെയാണ്. സലീം കുമാറിനെ ഓർക്കുമ്പോൾ ഓരോ മലയാളിയും മനസ്സിലൂടെ കടന്നു പോകുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ഓരോ ദിവസവും മലയാളിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ട്രോളുകളായോ മീമുകളായോ ഒന്നും കടന്നു പോകാത്ത ഒരു കഥാപാത്രവും ഇല്ല എന്ന് തന്നെ പറയാം. നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെയുള്ള മനസ്സിലൂടെ കടന്നു പോകുന്ന അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയെ പോലെ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രത്തെ പോലെ, ചട്ടമ്പിനാടിലെ മാസ്ത്രി ഗോപാലിനെ പോലെയുള്ള, കണ്ണൻ ഫ്രാങ്കിനെ പോലെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിലൂടെ ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകണം. തിരുശീലയിൽ എന്ന പോലെ ആ കഥാപാത്രങ്ങളെല്ലാം ഇപ്പോൾ സലീം കുമാറിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ദിവസവും സലീം കുമാറിനെ ഓർക്കാതെ ഒരു ദിവസവും മലയാളിയുടെ ഒരു ദിവസവും കടന്നു പോകില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ട്രോളുകളിലായാലും സോഷ്യൽ മീഡിയകളിലായാലും ഒക്കെ സലീം കുമാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ദിവസവും എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി വേഷങ്ങളിലൂടെ മലയാളിയെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, കരയിപ്പിച്ച നിരവധി വേഷങ്ങൾ സലീം കുമാറിൻ്റെതായി നമുക്ക് ഇങ്ങനെ എടുത്തു കാണിക്കാൻ കഴിയും. ആദ്യം ചെറു റോളുകളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് ഹാസ്യത്തിന്റെ തമ്പുരാനായി മലയാള സിനിമയിൽ ഒരുപക്ഷെ ജഗതി ശ്രീകുമാറിന് ശേഷം അതുപോലെ മലയാളി ആഘോഷിച്ച ഒരു ഹാസ്യ നടൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ സ്വീകാര്യത ഹാസ്യ നടൻ എന്ന രീതിയിൽ ലഭിച്ചതിനു ശേഷമാണ് ക്യാരക്ടർ റോളിലേക്ക് സലീം കുമാർ മാറുന്നത്. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്യാരക്ടർ റോൾ തനിക്ക് വഴങ്ങും എന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യ സാമ്രാട്ടായി തിളങ്ങി നിൽക്കുമ്പോഴും തനിക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക് സങ്കീർണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് സലീം കുമാർ എത്രയോ ചിത്രങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ലേബി സജീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലേബി, കൂടുതൽ വിവരങ്ങൾ. ലേബി. അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചു എന്ന് അറിഞ്ഞ സമയം മുതൽ ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു പ്രവാഹമായിരുന്നു. രാവിലെ മുതൽ ആശുപത്രിയിലേക്ക് നമ്മളുമൊക്കെ ഒരു സങ്കടകരമായ വാർത്തയാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുലർത്തിയ ഒരു ലാളിത്യത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹം അസുഖബാധിതനായിരുന്ന കാലത്തും അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി തന്നെയാണ് പ്രത്യേകിച്ച് കേരളം പ്രത്യേകിച്ച് കൊച്ചിയുടെ ഒരു സാംസ്കാരിക മുഖം തന്നെയായിരുന്നു. അദ്ദേഹം പറവൂരിൽ ജനിച്ച് അദ്ദേഹം പിന്നീട് മഹാരാജാസിലേക്ക് ഡിഗ്രി പഠനകാലത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിലെ പ്രതിഭ ഇങ്ങനെ തെളിഞ്ഞ് വന്നത്. കലാഭവനിലേക്ക് എത്തി അദ്ദേഹം മിമിക്രിയിൽ നിന്ന് മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എം ജി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിൽ 3 തവണ അടുപ്പിച്ച് മിമിക്രിക്ക് അദ്ദേഹം സമ്മാനം വാങ്ങുന്ന ഒരു ഘട്ടം. അവിടെ നിന്ന് കലാഭവനിലേക്ക് വരുന്നു. കലാഭവനിൽ നിന്ന് മിമിക്രിയിലൂടെ അദ്ദേഹം വളർന്ന സിനിമയിലേക്ക് പടർന്നു കയറുന്നു. സിനിമയിൽ ചെറിയ വേഷങ്ങൾ, പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ, അങ്ങനെ ഹാസ്യ റോളുകൾ കൈകാര്യം ചെയ്ത മലയാളികളുടെ മനസ്സിലേക്കാണ് സലീം കുമാർ യാത്ര ചെയ്തു കയറിയത്. അതിനുശേഷം അദ്ദേഹം സ്വഭാവ നടൻ എന്നുള്ള നിലയിലും ശ്രദ്ധേയമായ